നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫങ്ഷൻസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ്. എന്താണ് ഫങ്ഷൻസ്? നിങ്ങൾ ഒരുപാട് പേര് ചിലപ്പം നിങ്ങൾ പണ്ട് പഠിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ സ്കൂൾ ടൈമിലൊക്കെ നിങ്ങൾ പ്രോഗ്രാമിംഗ് ഒക്കെ പഠിച്ചപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഫങ്ഷൻസ് എന്ന്. അപ്പോൾ ഫങ്ഷൻസിനെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നിങ്ങൾ ഒരാളെ നിങ്ങളെ ഫ്രണ്ടിനെയോ ആരെങ്കിലും നിങ്ങൾ വിളിക്കുമ്പോൾ അയാളുടെ പേര് വെച്ചാണല്ലോ വിളിക്കുക. ഓക്കെ, അയാളുടെ പേര് വിളിച്ച് വിളിക്കുമ്പോൾ അയാൾ റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, ഈവൻ നിങ്ങളുടെ പാരൻസ് ആയാലും ആരായാലും ഒരു പേര് വെച്ച് വിളിക്കുമ്പോൾ അവർ റെസ്പോണ്ട് ചെയ്യും. അതേപോലെയാണ് ഫംഗ്ഷനും പ്രവർത്തിക്കുന്നത്. നമ്മൾ ഫംഗ്ഷന് ഒരു പേരുണ്ടാവും. ആ ഫംഗ്ഷനെ പേര് വിളിക്കുമ്പോഴാണ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഈ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ഓഫ് കോഡാണ്. ഒരു ബ്ലോക്ക് ഓഫ് കോഡാണ് എന്ന് വെച്ചാൽ റീയൂസബിൾ പാർട്ട് ഓഫ് ദ പ്രോഗ്രാം എന്നാണ് നമ്മൾ ഫംഗ്ഷനെ വിളിക്കുക. ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമ്മൾ കുറച്ച് കോഡ് എഴുതി വെക്കും. എന്നിട്ട് ആവശ്യമുള്ളപ്പോഴൊക്കെ ആ ഫംഗ്ഷൻ്റെ പേര് വിളിച്ചാൽ മതി. ഓക്കെ, നിങ്ങൾ വിചാരിക്കുക ഒരു 1000 ലൈൻസ് ഉള്ള ഒരു കോഡ് ഉണ്ടെന്ന് വിചാരിക്കുക. 1000 ലൈൻസ് വലിയൊരു കോഡാണ്. ആ കോഡ് നിങ്ങൾക്ക് ഒരു 5 തവണ നിങ്ങൾക്ക് കോൾ ചെയ്യണം, 5 തവണ പ്രവർത്തിപ്പിക്കണം. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ നിങ്ങൾ എന്താ ചെയ്യുക? 5 തവണ ആ 1000 ലൈനിലുള്ള കോഡ് എഴുതണ്ടേ? ഇതാവുമ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലാണ് ആ കോഡ് എഴുതി വെച്ചതെങ്കിൽ നമുക്ക് ആ കറസ്പോണ്ടിങ് ഫംഗ്ഷനെ വിളിച്ചാൽ മതി. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ട് ആ ഫംഗ്ഷൻ പ്രവർത്തിക്കും. നിങ്ങൾ റോബോട്ട്സിൻ്റെ കോഡൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഓരോന്ന് ചെയ്യേണ്ട ആക്ഷൻസ് ഒക്കെ ഓരോ ഫംഗ്ഷൻ്റെ ഉള്ളായിരിക്കും. മുന്നോട്ട് പോവുക, ബാക്കോട്ട് പോവുക, അങ്ങനെ സംസാരിക്കുക, ഇങ്ങനെ ഓരോ കാര്യങ്ങളും എല്ലാം യൂഷ്വലി ഒരു ഫംഗ്ഷൻ്റെ ഉള്ളായിരിക്കും. എന്നിട്ട് ആ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ മുന്നോട്ട് പോവുക, സ്റ്റാർട്ട് എന്നുള്ള ഫംഗ്ഷൻ നിൽക്കുമ്പോൾ അത് മുന്നോട്ട് പോകും, ബാക്കോട്ട് വരും. അങ്ങനെയൊക്കെ ഓരോ കോഡും യൂഷ്വലി പ്രോഗ്രാമിങ്ങിൽ തന്നെ എല്ലാ കോഡുകളും മോസ്റ്റ്ലി ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിലായിരിക്കും ഉണ്ടാവുക. ഓരോരോ സെപ്പറേറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ഫംഗ്ഷനെ വിളിച്ചാൽ മതി. അപ്പോൾ ഇതാണ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. നമുക്ക് അത് ഒന്ന് പ്രാക്ടിക്കലി ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ബൂട്ട് ക്യാമ്പ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ഫയൽ ക്രിയേറ്റ് ചെയ്യുക. functions.py. ഓക്കെ, ഞാനൊരു functions.py എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഫംഗ്ഷൻ എങ്ങനെ നമുക്ക് എഴുതാൻ നോക്കാം. ഓക്കെ, ഫംഗ്ഷന് ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. ഞാൻ ഡി എഫ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളൊരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുക. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചിട്ട് ടെസ്റ്റ് എന്ന് എഴുതി, എന്നിട്ട് ഒരു ഓപ്പൺ ബ്രാക്കറ്റ്, ക്ലോസ് ബ്രാക്കറ്റ്, എന്നിട്ടൊരു കോളൻ കൊടുക്കും. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫങ്ഷൻസ് എഴുതുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ ഈ ഫങ്ഷൻസിൻ്റെ ഉള്ളിലാണെന്ന് ഉറപ്പ് വരുത്തണം. ഇവിടെ കോളൻ്റെ ശേഷം എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ കണ്ട് കുറച്ച് സ്പേസ് ഇട്ട് ഉള്ളിലേക്കാണ് വന്നത്. അതിൻ്റെ അർത്ഥമാണ് ഫംഗ്ഷൻ്റെ ഉള്ളിലാണെന്ന്. ഇത് പുറത്താണെങ്കിലോ ഉള്ളേ ഫംഗ്ഷൻ്റെ പുറത്താണെന്ന് മീൻ ചെയ്യുന്നത്. കണ്ട് ഒരു ബ്രാക്കറ്റ് ഇട്ട് ഉള്ളിൽ, അതാണ് ഇൻഡൻറ്റേഷൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻഡൻറ്റേഷൻ എറർ വരും. ഓക്കെ, ഒന്നുമില്ല, നിങ്ങൾ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ കോളൻ്റെ അവിടെ നിന്ന് ഒരു എൻ്റർ അടിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയാണോ വരുന്നത് അവിടെ നിന്ന് എഴുതി തുടങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ ഞാൻ ഫംഗ്ഷൻ്റെ ഉള്ളിലാണ്. ഫംഗ്ഷൻ്റെ ഉള്ളിൽ പ്രിൻറ്റ് ഹായ് ഐ ആം റോടെക്. ഞാൻ ഹായ് ഐ ആം റോടെക് എന്ന് പറഞ്ഞിട്ട് ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ആ ഫംഗ്ഷനെ കോൾ ചെയ്യാൻ പോവാം. ഓക്കെ, നമ്മൾ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യേണ്ട മനസ്സിലായോ? ഡി എഫ് എന്ന് നമ്മൾ ഇൻബിൽഡ് ആയിട്ടുള്ള സംഭവം കേട്ടോ. ഫംഗ്ഷന് ഡി എഫ്. ടെസ്റ്റ് ഞാൻ ഇട്ട പേരാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടാം. ഫംഗ്ഷൻ എന്ത് പേര് വേണം ഇടാം. അതിനൊരു ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും കൊടുക്കുക. എന്നിട്ട് ഒരു കോൾ ഇട്ട ശേഷമാണ് നമ്മൾ കറസ്പോണ്ടിങ് എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഫംഗ്ഷനെ വിളിക്കുക. ഇപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ഐഡിയ കിട്ടും എങ്ങനെയാണ് വർക്ക് ചെയ്യാമെന്ന്. അപ്പം ഞാൻ ടെസ്റ്റ് എന്ന് മാത്രം വിളിച്ചാൽ പോരാ, ഓപ്പൺ ബ്രാക്കറ്റും ക്ലോസ് ബ്രാക്കറ്റും കൊടുക്കണം. ഓക്കെ, എന്നിട്ട് ഇനി വിളിച്ചു നോക്കാം. അപ്പോൾ ഫംഗ്ഷനെ വിളിച്ചപ്പോൾ കണ്ടില്ലേ ഹായ് ഐ ആം റോടെക് എന്ന് പറഞ്ഞ് പ്രിൻ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ആ കറസ്പോണ്ടിങ് ഫംഗ്ഷനെ വിളിച്ചപ്പോൾ ആ ഫംഗ്ഷൻ വർക്കായി. ഓക്കെ, ഇനി ആ ഫംഗ്ഷൻ്റെ 5 തവണ വിളിച്ചാലോ? 5 തവണ വിളിച്ചിട്ട് ഞാൻ റൺ ചെയ്തു അല്ലേ, ആ ഫംഗ്ഷൻ അത്രയും തവണ അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് കോൾ ചെയ്തു. ഇങ്ങനെയാണ് ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇനി ആ ഫംഗ്ഷനെ നമുക്കൊരു 100 ടൈംസ് വിളിക്കണമെങ്കിലോ? അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ 100 ടൈംസ് നമുക്ക് ഇങ്ങനെ ചെയ്യണ്ടേ, നമുക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞ് വിളിക്കണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആൾറെഡി അറിയായിരിക്കും, നമുക്ക് ഫോർ ലൂപ്പിലൊക്കെ വെച്ച് ചെയ്യാം. ഒരുപാട് വഴികളുണ്ട്. അതിലൊന്നാണ് ഫോർ ലൂപ്പ്. ഫോർ ഐ ഇൻ
റേഞ്ചൊക്കെ പഠിച്ചല്ലോ നിങ്ങൾ. റേഞ്ച് 100 കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ടെസ്റ്റിനെ വിളിച്ചാൽ മതി. കണ്ടല്ലോ. അപ്പോൾ എന്താ ഈ വർക്ക് ചെയ്യുമ്പോൾ 100 ടൈംസ് ആ ഫംഗ്ഷനെ വിളിച്ചോളൂ. അപ്പോൾ ഇതൊരു 1000 ലൈനാന്നൊക്കെ വിചാരിക്കുക ഈ ഇതിൻ്റെ ഉള്ള ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ. അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെയാണ് നമ്മൾ അത് പിന്നെ റിപ്പീറ്റഡ്ലി നമുക്ക് എഴുതേണ്ടി വരില്ലേ. അപ്പോൾ അങ്ങനത്തെ കേസിൽ നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്താണ് ഒരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ വർക്ക് നടക്കും. അപ്പോൾ സിമ്പിളായിട്ട് ഫംഗ്ഷൻ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഫംഗ്ഷനിൽ അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഫംഗ്ഷൻ്റെ ആർഗ്യുമെൻറ്റ്, നമ്മൾ ഒരു ഫംഗ്ഷൻ്റെ റിട്ടേൺ എന്താണ്, നമ്മൾ ആർഗ്യുമെൻ്റായിട്ട് എങ്ങനെ വാല്യൂസ് പാസ് ചെയ്യുക, അതൊക്കെ നോക്കാം. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ കൂടെ അത് പഠിക്കാം. അത് നിങ്ങൾ എന്നിട്ട് അത് ഫുള്ളാക്കണം. ഞാനൊരു ചെറിയൊരു എക്സാമ്പിളെ കാണിക്കുള്ളൂ, അതിൻ്റെ ശേഷം നിങ്ങളത് കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, ഞാൻ ആദ്യത്തെ ഒരു ചെറിയ എക്സാമ്പിൾ കാണിക്കും, അത് നിങ്ങൾ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കുക. ഓക്കെ, ഇതൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. കമൻറ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടല്ലോ, കമൻറ്റ് എല്ലാവർക്കും അറിയാലോ. ഓക്കെ, കമൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കോഡ് ഹൈഡ് ആക്കണമെങ്കിലും എന്തെങ്കിലും നോട്ട് പാഡ് പോലെ എന്തെങ്കിലും എഴുതി വെക്കണമെങ്കിലും നോട്ട് ചെയ്ത് വെക്കണമെങ്കിലും നമ്മൾ കമൻറ്റ് ഉപയോഗിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ 2 നമ്പർ യൂസർ എടുത്ത് വാങ്ങും. ഓക്കെ, നമ്മൾ യൂഷ്വലി അഡീഷൻ്റെ പ്രോഗ്രാമൊക്കെ നോക്കിയതാണല്ലോ 2 നമ്പർ ആഡ് ചെയ്യലൊക്കെ. ഇതൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്തിട്ട് ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് അഡീഷൻ ചെയ്യണം. അങ്ങനെ ആദ്യം പഠിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ DF, അപ്പോൾ DF എന്തിനാണ് യൂസ് ചെയ്യുന്ന അറിയാലോ, ഡിഫൈൻ. ഓക്കെ, നമ്മളൊരു ഫംഗ്ഷൻ്റെ നെയിം ഇങ്ങനെയാണ് കൊടുക്കുക, DF. ഇഷ്ടമുള്ള പേര് ഞാൻ ആഡ് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലാണ് ഞാൻ എഴുതുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നേ ഫംഗ്ഷൻ എഴുതുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ടത് എന്താ, നമ്മൾ ആദ്യം യൂസർ എടുത്ത 2 ഇൻപുട്ട് വാങ്ങണം. ഓക്കെ, നിങ്ങൾക്ക് മാനുവലി കൊടുത്താലും മതി, ഞാൻ യൂസർ എടുത്തുനിന്നാണ് വാങ്ങുന്നത്. ഓക്കെ, ഞാൻ എന്ന് കൊടുക്കുകയാണേ. ശരിക്കും എന്നും ബിന്നും അല്ല കൊടുക്കേണ്ടത്, num1 num2 എന്നൊക്കെയാണ് യൂഷ്വലി നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി കാണിച്ചു തരാണ്, കൺഫ്യൂഷൻ ആവണ്ടെന്ന് വിചാരിച്ച് ചെയ്ത് തരികയാണ്. പ്രൊഫഷണലി നിങ്ങൾ നമ്പർ 1 നമ്പർ 2 എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ തൽക്കാലം നിങ്ങൾക്ക് കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി ഞാൻ ഈ വേയിൽ ചെയ്യാണ്. ഇൻപുട്ട് എങ്ങനെയാണ് യൂസർ അടുത്ത് നിന്ന് വാങ്ങേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ. ഓക്കെ, എൻ്റർ ദ ഫസ്റ്റ് നമ്പർ. ഓക്കെ, ഫസ്റ്റ് നമ്പർ വാങ്ങി, സെക്കൻഡ് നമ്പറും വാങ്ങി. ഓക്കെ, സെക്കൻഡ് നമ്പർ വാങ്ങി. ഇനി എന്താ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും എൻ്റെ കൈ കിട്ടി. ഇനി ഒരു ഫംഗ്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്യാം. ഇനി നേരത്തെ ചെയ്ത പോലെ നമ്മളൊരു മുകളിൽ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യാം. DF ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ. ഓക്കെ, ആഡ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, അതിലേക്ക് എയും ബിയും പാസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൻ്റെ മുന്നേ നമ്മൾ ഫംഗ്ഷനെ വിളിക്കണമല്ലോ. ആഡ് പറഞ്ഞ ഫംഗ്ഷനെ വിളിച്ച് അതിലേക്ക് ഈ എയും ബിയും പാസ് ചെയ്ത്. എന്ത് പറ്റി, എൻ്റെ അവിടെ ഒരു എറർ ഉണ്ടല്ലോ. അത് ഇതിൻ്റെ ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ പ്രിൻ്റ് A+B കൊടുത്തു. അപ്പോൾ ഫോർമാറ്റിങ് എല്ലാവർക്കും അറിയാലോ. F എന്നാണ് അഡീഷൻ റിസൾട്ട് ഈസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഓക്കെ കൊടുത്തു. ഇനി അല്ലേ ഫസ്റ്റ് നമ്പർ ചോദിച്ചു, എൻ്റെ ഫസ്റ്റ് നമ്പർ ചോദിച്ചു, ഞാനൊരു 10 അടിച്ചു. സെക്കൻഡ് നമ്പർ ചോദിച്ചു, 20 അടിച്ചു. അല്ലേ, അഡീഷൻ റിസൾട്ട് ഈസ് 30 എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ എന്താ ചെയ്ത്, എയും ബിയും ആ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ ആ ഫംഗ്ഷൻ്റെ പേര് വെച്ചാണല്ലോ നമ്മൾ മുകളിൽ വിളിച്ച പോലെ വിളിക്കുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ആ എയും ബിയും ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്ത്, കണ്ടല്ലേ. അപ്പോൾ നമ്മൾ എയും ബിയും കൊടുത്ത്, കണ്ടല്ലേ, എ ബിയും കൊടുത്ത് ആ എയും ബിയും ആ ഫംഗ്ഷൻ്റെ ഉള്ളിലെത്തി. ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് രണ്ടും കൂടി ആഡ് ചെയ്തു. അതാണ് ഇവിടെ വർക്കായത്. ഓക്കെ, അപ്പോൾ ഇതിന് ശരിക്കും ഞാൻ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ചെയ്താണ്. ഇവിടെ ഇപ്പോൾ സിയും ഡിയും ആണെങ്കിലും അത് ഓട്ടോമാറ്റിക്കലി അവിടേക്ക് എത്തിക്കോളും. ഓക്കെ, സിയും ഡി ആണെങ്കിലും ഇത് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ എയും ബിയും അല്ല അയച്ചത്, പിന്നെ എങ്ങനെയാണ് അവിടെ സിയും ഡിയും ആയാലും എങ്ങനെയാണ് വർക്കാവുമെന്ന് വിചാരിക്കും. ഓക്കെ, ഇപ്പോൾ പറഞ്ഞുതരാം. അത് അല്ലേ സെയിം റിസൾട്ടാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ എയും ബി അല്ലേ ഈ കൂടെ അയച്ചത്, പിന്നെ എങ്ങനെയാണ് അവിടെ എത്തിയപ്പോൾ സിയും ഡിയും കാൽക്കുലേറ്റ് ചെയ്തത്. അതെന്താണെന്ന് വെച്ചാൽ
നിങ്ങൾ ഫംഗ്ഷൻ്റെ ഉള്ളിൽ കൂടെ ഏത് വേരിയബിളിൽ പാസ് ചെയ്താലും ഈ കണ്ടില്ലേ എയിലിപ്പോൾ ഞാൻ 10 അടിച്ചിട്ടുണ്ടെങ്കിൽ 10 എയിലുണ്ട്, 20 ബിയിലുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി സിയിലെത്തും. എയിലുള്ള വാല്യൂ സിയിലെത്തും, ബിയിലുള്ള വാല്യൂ ഡിയിലും എത്തും. ഓക്കെ, പിന്നെ അഡീഷൻ ചെയ്യും. അവിടുത്തെ വേരിയബിൾ മാറിയാലും കുഴപ്പമില്ല. ഓക്കെ, അങ്ങനെയാണ് കാര്യം. അപ്പം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ, ഇനി ഇങ്ങനെ കൊടുക്കുന്ന കൺഫ്യൂഷൻ ആണെങ്കിൽ, യൂസർ ഇൻപുട്ട് ചെയ്യുന്ന കൺഫ്യൂഷൻ ആണെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി. 10-20 മാനുവലായിട്ട് കൊടുത്താലും മതി. ഓക്കെ, ഇങ്ങനെ കൊടുത്താലും സെയിം വർക്കിംഗ്. ഓക്കെ, അപ്പോൾ ഞാൻ പഴയ പോലെ ആക്കിയാണ്. ഓക്കെ, അതാണ് നമ്മൾ ഫംഗ്ഷനിൽ ആർഗ്യുമെൻ്റ് ആയിട്ട് കൊടുത്തിട്ട് അഡീഷൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്തത്. ഓക്കെ, ഇനി ഫംഗ്ഷൻ്റെ റിട്ടേൺ എന്താണെന്ന് പഠിക്കാം. ഓക്കെ, നിങ്ങളൊരു ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഫംഗ്ഷനെ വിളിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഫംഗ്ഷൻ്റെ ഉള്ളിൽ എല്ലാ കോഡും വർക്ക് ആവുമല്ലോ. നിങ്ങൾക്ക് ആ കാൽക്കുലേഷൻ ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യേണ്ട, എനിക്ക് പുറത്തുനിന്ന് ചെയ്താൽ മതി എന്നുള്ള കേസിൽ നമ്മൾ ആ ഫംഗ്ഷനെ റിട്ടേൺ ചെയ്യും. ഓക്കെ, എനിക്ക് അവിടെ നിന്ന് പ്രിൻറ്റ് ചെയ്യണ്ട, ഫംഗ്ഷൻ്റെ ഉള്ളിൽ നിന്ന് പ്രിൻറ്റ് ചെയ്യണ്ട, എനിക്ക് പുറത്ത് കൊണ്ടുവന്നിട്ട് പ്രിൻറ്റ് ചെയ്താൽ മതി. അങ്ങനത്തെ കേസിലാണ് നമ്മൾ ഫംഗ്ഷൻ റിട്ടേൺ എന്താണെന്ന് പഠിക്കുന്നത്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഇവിടെ റിട്ടേൺ ചെയ്യാം. റിട്ടേൺ A+B കൊടുത്തു. അപ്പോൾ എയും ബിയും അഡീഷൻ ചെയ്ത് റിട്ടേൺ ചെയ്യും. ഓക്കെ, അല്ലെങ്കിൽ വേറെ റിസൾട്ട് A+B അസൈൻ C എന്ന് പറഞ്ഞിട്ട് ആ C റിട്ടേൺ ആക്കിയാലും മതി. ഓക്കെ, റിട്ടേൺ A+B അടിച്ചു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ റിട്ടേൺ ചെയ്യുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇവിടെ റിട്ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷനെ എവിടെയാണോ കോൾ ചെയ്തത് അങ്ങോട്ടായിരിക്കും വരിക. ഓക്കെ, ഈ ഫംഗ്ഷനെ ആഡിലാണ് കോൾ ചെയ്തത്, അപ്പോൾ അങ്ങോട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നത്, ഞാനത് ഒരു വേരിയബിളുടെ റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഇടും. അല്ലേ, ആ റിസൾട്ട് പ്രിൻറ്റ് അല്ലേ, അതിൻ്റെ ഉള്ളിൽ പ്രിൻറ്റ് ആഡ് ഓഫ് A,B അടിച്ചാലും മതി കേട്ടോ. അപ്പോൾ പ്രിൻറ്റ് റിസൾട്ട് അടിച്ചു. ഇത് ഞാൻ ഫോണ്ട് വലുതാക്കിയപ്പോൾ വന്നതാണ്. ഓക്കെ, എഫ് ഔട്ട്സൈഡ് ഫംഗ്ഷൻ്റെ ഔട്ട്സൈഡാണിത്. ഓക്കെ, ഇനി നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം അത് വർക്കാവുമെന്ന്. ഇനി കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ CD മാറ്റി AB തന്നെ ആക്കി തരാം. AB ഞാൻ ടെർമിനൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് നമ്പർ 10, സെക്കൻഡ് നമ്പർ 20 അല്ലേ. ഔട്ട്സൈഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ട് 30 പ്രിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഫംഗ്ഷൻ ആൻഡ് റിട്ടേൺ നടക്കുന്നത്. അപ്പോൾ ഫംഗ്ഷൻ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫംഗ്ഷൻ റിട്ടേൺ എല്ലാവർക്കും മനസ്സിലായല്ലോ. നിങ്ങൾക്ക് ഈ കോഡ് നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്യേണ്ട, ഫംഗ്ഷൻ്റെ ഉള്ളിൽ പ്രിൻറ്റ് ചെയ്യേണ്ട, നിങ്ങൾക്ക് പുറത്ത് പ്രിൻറ്റ് ചെയ്താൽ മതി എന്നുള്ള കേസിലാണ് നമ്മൾ ഫംഗ്ഷൻ ഇത് പഠിക്കുന്നത്, ഫംഗ്ഷൻ റിട്ടേൺ പഠിക്കുന്നത്. ഇനി പ്രിൻറ്റ് സൈഡ് ഫംഗ്ഷൻ, ഇതൊക്കെ ഇൻസൈഡ് ഫംഗ്ഷനാണ്. ഒന്നും കൂടി റൺ ചെയ്യുമ്പോൾ 10, 20 അല്ലേ. ഇൻസൈഡ് ഫംഗ്ഷൻ ഔട്ട്സൈഡ് ഫംഗ്ഷൻ 30 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ പാസ് ചെയ്തപ്പോൾ ഫംഗ്ഷൻ ഇൻസൈഡ് ഫംഗ്ഷനിൽ വർക്കായി. എന്നിട്ട് ആ ആഡ് ചെയ്ത് പുറത്തേക്ക് വന്നിട്ട് പുറത്താണ് പ്രിൻ്റ് ആയത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് കംപ്ലീറ്റ് ആക്കുക, അതാണ് നിങ്ങളുടെ ആദ്യത്തെ ടാസ്ക്. ഓക്കെ, ഞാൻ അഡീഷൻ എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഒരു മിനി കാൽക്കുലേറ്റർ പോലെ ആവും അത് ലാസ്റ്റ്. ഓക്കെ, ഒരു കംപ്ലീറ്റ്ലി ഒരു കാൽക്കുലേറ്റർ ആയല്ലോ. അപ്പം അഡീഷൻ്റെ ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, ഈ എല്ലാം നിങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഫ് കണ്ടീഷൻ യൂസ് ചെയ്താൽ, ഇഫ് യൂസർ 1 ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ അഡീഷൻ്റെ ഫംഗ്ഷൻ കോൾ ആവണം, 2 ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ സബ്സ്ട്രാക്ഷൻ്റെ കോൾ ആവണം, 3 ആണെങ്കിൽ ഡിവിഷൻ്റെ കോൾ ആവണം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി ചെയ്യാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം. ഓക്കെ.